ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇറ്റലിയിലേക്ക് ടൂർ വന്നിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയതോടെ കുട്ടിയെ വാഹനത്തിലിരുത്തി മാതാപിതാക്കൾ പുറത്തേക്കിറങ്ങി. ശേഷം കാണിക്കുന്നത് ഇറ്റലിയിലേക്ക് ടൂർ വന്നിരിക്കുന്ന മറ്റൊരു കുടുംബത്തെയാണ്. ആഗസും അവരുടെ മാതാപിതാക്കളായ ലൂയിസും ബെന്നുമായിരുന്നു അത്. ആ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നിരവധി കുടുംബങ്ങൾ ഉല്ലാസത്തിനായി എത്തിയിരുന്നു. ഈ സമയത്ത് പാടി എന്നൊരു യുവാവ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ എടുക്കാനായി അവരുടെ പക്കലേക്ക് എത്തിയിരുന്നു. അയാൾ അതുമായി തൻ്റെ കുടുംബത്തിൻ്റെ പക്കലേക്ക് നീങ്ങി. റിസോർട്ടിലുണ്ടായിരുന്ന യുവതിയെ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ആഗസും ബെന്നും പുറത്തു പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന സമയത്ത് അവരിരുവരും പാടിയെയും സിയാറയെയും കണ്ടിരുന്നു. പിന്നീട് അവർ മറ്റതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാനായിരുന്നു. എന്നാൽ പിന്നീട് ആഗ്നസ് തൻ്റെ കളിപ്പാട്ടം നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞ് വളരെ ദുഃഖിതയായിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് പാടിയും സിയാറയും വീണ്ടും അവരുടെ പക്കലേക്ക് എത്തുന്നത്. ഈ നേരത്തവർ തങ്ങളുടെ മകനായ ആൻഡിയെ അവരെ പരിചയപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് പാടി ആഗ്നസിനെ തൻ്റെ മോട്ടോർ സൈക്കിളിൽ ഒരു റൈഡ് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ലൂയിസിനും ബെന്നിനും അതിനോടത്ര താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവരതിനെ സമ്മതിച്ചു. അങ്ങനെ പാടി ആഗ്നസിനെയും കൂട്ടി ഒരു റൈഡിന് പോയി. തിരിച്ചെത്തിയ പാടി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനായി ലൂയിസിനെയും ബെന്നിനെയും ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ തങ്ങളുടെ ജോലിയെപ്പറ്റിയും മറ്റും സംസാരിച്ചു. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന പാടി വളരെ സന്തോഷവാനായാണ് കാണപ്പെട്ടിരുന്നത്. ഈ സമയത്ത് പാടി ആഗ്നസിനോട് തൻ്റെ മകൻ്റെ കൂടെ പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ഇഷ്ടമായിരുന്നില്ലെങ്കിലും പാടി എന്ത് വിചാരിക്കുമെന്ന് കരുതി ബെന്നി അതിന് സമ്മതിച്ചു. കുട്ടികൾ കളിക്കാൻ പോയ സമയത്ത് തൻ്റെ മകൻ ചെറിയ നാവോടു കൂടിയാണ് ജനിച്ചതെന്ന് പാടി ലൂയിസിനോടും ബെന്നിനോടും വെളിപ്പെടുത്തുകയാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവന് മറ്റു കുട്ടികളുമായി അധികം കോണ്ടാക്റ്റ് ഇല്ലെന്ന് പാടി അവരെ അറിയിച്ചു. ഇന്നു രാത്രി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പാടി അവരോട് പറഞ്ഞു. ആ രാത്രി അവർ അങ്ങനെ വളരെ സന്തോഷത്തോടെ ചെലവഴിച്ചു. പിന്നീട് ആഗ്നസിൻ്റെ കുടുംബം ലണ്ടനിലുള്ള അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ആ ദിവസങ്ങളിൽ ബെന്നും ലൂയിസും വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. കാരണം ബെന്നിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇത് അവരിരുവരും തമ്മിലുള്ള നിരന്തരമായ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ ഒരു സമയത്താണ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള പാടിയുടെയും സിയാറയുടെയും കത്ത് ലൂയിസ് ബെന്നിനെ കാണിക്കുന്നത്. തങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ വളരെ സന്തോഷകരമായിരുന്നുവെന്ന് ആ ക്ഷണക്കത്തിൽ പാടി പ്രതിപാദിച്ചിരുന്നു. ആ കത്ത് വായിച്ച് നമുക്കവിടേക്ക് പോയാലോ എന്ന് ബെന്നെ ലൂയിസിനോട് ചോദിച്ചു. നമുക്കവരെ അത്ര പരിചയമില്ലാത്തതിനാൽ അത് വേണോ എന്ന് ലൂയിസ് അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഇപ്പോഴത്തെ ടെൻഷൻ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാമെന്ന് ബെന്നും കുടുംബവും തീരുമാനിച്ചു. ലണ്ടനിൽ നിന്നും വളരെ അകലെയുള്ള ഒരു ഫാമിലായിരുന്നു പാടിയുടെയും സിയാറയുടെയും വീട്. അങ്ങനെ ബെന്നിൻ്റെ കുടുംബം ദൂരെയുള്ള പാടിയുടെ വീട്ടിലേക്ക് യാത്രയായി. ഒരുപാട് ദൂരമായുള്ള നീണ്ട ഡ്രൈവിംഗ് കുടുംബത്തെ ബോറടിപ്പിച്ചു. അങ്ങനെ വഴി തെറ്റിപ്പോയോ എന്ന് പോലും അവർ സംശയിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. പാടിയും സിയാറയും അവരെ വളരെ ആവേശോജ്വലമായി വരവേറ്റു. അവരുടെ വരവിൽ പാടിയും സിയാറയും വളരെ സന്തോഷിച്ചിരുന്നെങ്കിലും ആൻറ്റി മാത്രം വളരെ വിഷമത്തോടെയാണ് ഇരുന്നിരുന്നത്. പിന്നീട് ബെന്നിനും കുടുംബത്തിനും അവർ ഓറഞ്ച് ജ്യൂസ് നൽകി. ശേഷം പാടി തങ്ങൾ ഫ്രൈ ചെയ്തിരുന്ന ചിക്കൻ്റെ കഷ്ണമെടുത്ത് ലൂയിസിന് കൊടുത്തു. അവൾ സസ്യാഹാരിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും പാടി അതൊന്നും കണക്കിലെടുത്തിരുന്നില്ല. ആരും കാണാതെ ലൂയിസ് അത് തുപ്പിക്കളഞ്ഞു. ഏവരും അത്താഴം കഴിക്കാനൊരുങ്ങുന്ന സമയത്ത് പാടിയുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ ബെന്നെ പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് ആൻറ്റി അങ്ങോട്ടേക്കെത്തി അവനോട് എന്തൊക്കെയോ പറയാനായി ശ്രമിക്കുകയാണ്. ഉടനെ പാടി അവിടേക്കെത്തി ആൻറ്റിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ശേഷം ഇരു കുടുംബങ്ങളും പരസ്പരം സംസാരത്തിലേർപ്പെട്ടു. ഇൻ്റർനെറ്റോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെയാണ് തങ്ങളിവിടെ ജീവിക്കുന്നതെന്ന് പാടി ബെന്നിനോട് പറഞ്ഞു. അത്താഴ സമയത്ത് മാംസം കഴിച്ചിരുന്നതിനാൽ ലൂയിസിന് ഇപ്പോഴും ഒരു അസ്വസ്ഥതയുണ്ട്. ഉറങ്ങുന്നതിന് മുൻപ് കിടക്ക പരിശോധിച്ച ലൂയിസ് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തക്കറ കാണാനിടയായി. കുറച്ചു കാലമായി ആ മുറി ഉപയോഗിക്കാതെ ഇരുന്നത് കൊണ്ടാകും അതെന്നും കരുതി അവർ ഉറങ്ങാനായി കിടന്നു. താനൊരു ഡോക്ടറാണെന്നാണ് പാടി അവരോട് പറഞ്ഞിരുന്നത്. ഒരു ഡോക്ടർ
ഇത്രയും വിദൂരമായ സ്ഥലത്ത് താമസിക്കുന്നത് വിചിത്രമാണെന്ന് ലൂയിസ് അഭിപ്രായപ്പെട്ടു. അയാൾക്ക് പണത്തിനോട് വലിയ ആർത്തിയുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുമെന്ന് ബെന്നി അവൾക്ക് മറുപടി നൽകി. ഈ സമയത്താണ് ആഗ്നസ് തനിക്കുറങ്ങാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ് അവരുടെ പക്കലേക്ക് വരുന്നത്. ശേഷം അവരേവരും ഉറങ്ങാനായി കിടന്നു. പിറ്റേന്ന് രാവിലെ പാടിയും സിയാറയും അവർക്ക് ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ചുറ്റുമുണ്ടായിരുന്ന കാടുപ്രദേശത്ത് കുറുക്കനടക്കമുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് ചായ കുടിക്കുന്ന സമയത്ത് ആൻറ്റി തന്നോടൊപ്പം കളിക്കാൻ വരുന്നില്ലെന്ന് ആഗ്നസ് പരാതിപ്പെട്ടു. ഇത് കേട്ട് ദേഷ്യത്തോടെ പാടി ആഗ്നസിനൊപ്പം കളിക്കാൻ ആൻറ്റിനെ നിർബന്ധിക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ലൂയിസിന് അസ്വസ്ഥത തോന്നിയിരുന്നു. ഈ സമയത്ത് ലൂയിസിൻ്റെ കഴുത്തിന് വേദന അനുഭവപ്പെട്ടിരുന്നു. ഡോക്ടറായ പാടി അത് പരിഹരിച്ച് കൊടുക്കാനായി ശ്രമിച്ചു. ശേഷം അവരേവരും അവിടെ ഉണ്ടായിരുന്ന ഒരു തടാകത്തിലേക്ക് നീന്താനായി പോയി. ശേഷം അവർ തടാകത്തിലേക്ക് ചാടി. ഈ സമയം ആൻറ്റി നീന്തലറിയാതെ മുങ്ങിത്താവുന്നുണ്ടായിരുന്നു. അത് കാര്യമാക്കേണ്ടെന്നും പാടി അവനെ നോക്കിക്കോളുമെന്നും സിയാര ലൂയിസിനോട് പറഞ്ഞു. ഏവരുടെയും ആഗ്രഹപ്രകാരം പിന്നീട് ലൂയിസും അവർക്കൊപ്പം പങ്കുചേർന്നു. തിരികെ വീട്ടിലേക്കെത്തിയ ലൂയിസ് മുടി ഉണക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹെയർ ഡ്രയറിൽ നിന്നും ഷോക്കേൽക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഈ ഒരു സംഭവത്തോടു കൂടി ലൂയിസും ബെന്നും ആകെ പിരിമുറുക്കത്തിലായി. കഴുത്തുവേദനയുടെ പേരും പറഞ്ഞ് നമുക്കിവിടെ നിന്നും തിരിച്ചു പോകാമെന്ന് ലൂയിസ് ബെന്നിനോട് പറഞ്ഞു. ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി അവിടേക്ക് സിയാര കടന്നു വരുന്നത്. സിയാര അവരെ ഒരു അത്താഴ വിരുന്നിനെ ക്ഷണിക്കുകയാണ്. പ്രാദേശിക വേട്ടക്കാരനായ മൈക്കാണ് നിങ്ങൾക്കായി ഡിന്നർ ഒരുക്കുന്നതെന്ന് സിയാര അവരെ അറിയിച്ചു. സ്നേഹത്തോടെയുള്ള അവരുടെ വിളിയോടെ ആ ക്ഷണം സ്വീകരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ പുറത്തു പോകാനായി തയ്യാറെടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നില്ലെന്ന് പാടി അവരെ അറിയിക്കുന്നത്. കുട്ടികളെ നോക്കാനായി പാടി തൻ്റെ കൂട്ടുകാരനെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അയാൾ യുദ്ധം മൂലം സ്വന്തം രാജ്യത്തു നിന്നും ഇവിടേക്ക് കുടിയേറിയതാണെന്നും വിശ്വസിക്കാൻ കഴിയുന്നയാളാണെന്നും പാടി അവരോട് പറഞ്ഞു. മനസ്സെല്ലാ മനസ്സോടെ ആഗ്നസിനെ അയാൾക്കൊപ്പമാക്കി ബെന്നും ലൂയിസും പാടിക്കൊപ്പം പോവുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്ത് വളരെ വേഗത്തിലാണ് പാടി തൻ്റെ വാഹനം ഓടിച്ചിരുന്നത്. ഇത് ലൂയിസിലും ബെന്നിലും ഭീതി ജനിപ്പിച്ചിരുന്നു. റെസ്റ്റോറൻറ്റിലെത്തിയ പാടി ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൽ അതിഥികൾ നമ്മൾ മാത്രമാണെന്ന് ബെന്നിനെ അറിയിച്ചു. അവിടെ വെച്ചവർ പാടിയുടെ പരിചയക്കാരനായ മൈക്ക് എന്ന മനുഷ്യനെ കണ്ടുമുട്ടി. ഈ ഒരു സമയത്ത് ലൂയിസ് താനൊരു സസ്യാഹാരിയാണെന്ന് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കേട്ട് പാടി തലേ ദിവസം മാംസം വിളമ്പിയതിനെ അവളോട് ക്ഷമാപണം നടത്തി. അതേസമയം വീട്ടിൽ കുട്ടികൾ ഒളിച്ചു കളിക്കുകയായിരുന്നു. ഈ സമയത്ത് ആൻറ്റി പാടിയുടെ വാച്ചുകളുടെ ഒരു ശേഖരം തന്നെ ആഗ്നസിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് പാടി നിയോഗിച്ചിരുന്ന ബേബി സിറ്റർ അവിടേക്ക് എത്തിയതോടെ സൂത്രത്തിൽ ആഗ്നസിനെയും കൂട്ടി ആൻഡ് അവിടെ നിന്നും മാറുകയാണ്. റെസ്റ്റോറൻറ്റിൽ വെച്ച് പാടിയും സിയാറയും തങ്ങളുടെ ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് ഇരുവരോടും വിവരിക്കുകയാണ്. 17 വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണെന്നും ഞങ്ങളിപ്പോഴും റൊമാൻറ്റിക് ആണെന്നും അവർ ലൂയിസിനോട് പറഞ്ഞു. എന്നാൽ ലൂയിസിൻ്റെയും ബെന്നിൻ്റെയും ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് അത്താഴം കഴിക്കുന്ന സമയത്ത് പാടിയും സിയാറയും റൊമാൻറ്റിക്കായി ഇടപഴകി. ശേഷം അവരേവരും അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതേസമയം വീട്ടിൽ ആൻറ്റി അവൻ്റെ അച്ഛൻ അവനെ അടിച്ചിരുന്നതിൻ്റെ പാടുകൾ ആഗ്നസിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അവരുടെ അച്ഛനമ്മമാർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഇക്കാര്യം മനസ്സിലാക്കി കുട്ടികളിരുവരും അവരുറങ്ങുന്നതായി നടിച്ചു. പിന്നീട് ലൂയിസിൻ്റെ ഫോണിലേക്ക് വന്നിരുന്ന മെസ്സേജിനെ ചൊല്ലി ലൂയിസും ബെന്നും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇരുവരും സംസാരിച്ച് തർക്കങ്ങൾ പരിഹരിക്കുകയും രമ്യതയിലെത്തുകയും ചെയ്തു. വഴക്കിനു ശേഷം ലൂയിസ് മകളായ ആഗ്നസ് കിടന്നിരുന്ന റൂമിലേക്ക് ചെന്നു. പക്ഷേ അവിടെ ആഗ്നസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് പാടിക്കും സിയാറയ്ക്കുമൊപ്പം ഉറങ്ങുന്ന നിലയിൽ അവൾ ആഗ്നസിനെ കാണുകയാണ്. ഈ ഒരു കാഴ്ച ലൂയിസിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ ആഗ്നസിനെയും എടുത്ത് തൻ്റെ റൂമിലേക്ക് പോയി. ശേഷം അവൾ എത്രയും വേഗം അവിടെ നിന്നും പോകണമെന്നും പറഞ്ഞ് സാധനങ്ങൾ പാക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി. ആഗ്നസ് അവിടെ നിന്നും പോകുന്ന കാഴ്ച ആൻറ്റി കണ്ടിരുന്നു. തിരികെ പോകുന്ന സമയത്ത് തൻ്റെ കളിപ്പാട്ടം കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ആഗ്നസ് വാശി പിടിക്കാൻ തുടങ്ങി. വാഹനം നിർത്തി പരിശോധിച്ചതോടെ അത് പാടിയുടെ വീട്ടിൽ മറന്നു വെച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ആഗ്നസിൻ്റെ വാശി മൂലം
മറ്റു മാർഗമില്ലാതെ അവർ പാടിയുടെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ തിരികെ അവർ പാടിയുടെ വീട്ടിലേക്കെത്തി. എൻ്റെ കുട്ടി നിങ്ങളുടെ കൂടെ ഉറങ്ങിയത് എനിക്കിഷ്ടപ്പെട്ടില്ലെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ പോയതെന്നും ലൂയിസ് അവരോട് പറഞ്ഞു. ഇത് കേട്ടതോടെ സിയാര ചില കാര്യങ്ങൾ ലൂയിസിനോട് വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് മേരി എന്നു പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. വെറും 12 ആഴ്ച മാത്രമുള്ള സമയത്ത് അവൾ മരണപ്പെട്ടു. ആഗ്നസ് കരഞ്ഞപ്പോൾ വിഷമം തോന്നി. സ്വന്തം മകളുടെ സ്ഥാനത്ത് കണ്ടാണ് ഞാൻ അവളെ എൻ്റെ കൂടെ കിടത്തിയതെന്ന് സിയാറ ലൂയിസിനെ അറിയിച്ചു. സിയാറ ലൂയിസിനോട് ക്ഷമ ചോദിച്ചതോടെ അവളുടെ ദേഷ്യമെല്ലാം മാറി. പാടിയുടെയും സിയാറയുടെയും നിർബന്ധപ്രകാരം കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ താമസിക്കാമെന്ന് ബെന്നും കുടുംബവും തീരുമാനിച്ചു. ശേഷം ഇരു കുടുംബങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കുട്ടികളാവട്ടെ പെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ആൻറ്റി ഒരു സന്ദേശം എഴുതി ആഗ്നസിനെ കാണിക്കുകയാണ്. എന്നാൽ ആ ഭാഷ ആഗ്നസിനെ വായിച്ചു മനസ്സിലാക്കാനായി സാധിച്ചിരുന്നില്ല. ഈ നേരത്ത് സിയാര കുട്ടികളുടെ പക്കലേക്ക് വരികയാണ്. അതുകണ്ട് ഭീതിയോടെ ആൻറ്റി സന്ദേശം എഴുതിയിരുന്ന ആ ഒരു പേപ്പർ വിഴുങ്ങി. ഈ സമയത്ത് പാടിയും ബെന്നും പുറത്തു പോയിരുന്നു. ശേഷം പാടി വേട്ടയാടാനായി ബെന്നിനോട് പറയുകയാണ്. എന്നാൽ ഒരു ജീവിയെ കൊല്ലാൻ ബെന്നിന് മനസ്സ് വന്നിരുന്നില്ല. പിന്നീട് പാടിയുടെ നിർദ്ദേശപ്രകാരം ഇരുവരും ഉച്ചത്തിൽ അലറുകയാണ്. ശേഷം ഇരുവരും അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി. അന്ന് ഭക്ഷണമുണ്ടാക്കുന്ന സമയത്ത് അബദ്ധത്തിൽ ലൂയിസിൻ്റെ കൈ മുറിഞ്ഞിരുന്നു. വീട്ടിലൊരു ഡോക്ടർ ഉള്ളതിനാൽ പേടിക്കേണ്ടെന്ന് ബെന്നി അവളോട് പറഞ്ഞു. ഈ സമയത്ത് അബദ്ധവശാൽ താൻ ഡോക്ടർ അല്ലെന്നുള്ള സത്യം പാടി അവരോട് വെളിപ്പെടുത്തി. ബെന്നും ലൂയിസും സംശയത്തോടെ പാടിയെ നോക്കിയതോടെ ഞാൻ തമാശ പറഞ്ഞതാണെന്നും ശരിക്കും ഞാനൊരു ഡോക്ടർ തന്നെയാണെന്നും അവരോട് പറയുകയാണ്. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിയാര ആഗ്നസിനെ ശാസിക്കുന്നത് കണ്ട് ലൂയിസിന് ദേഷ്യം വന്നു. അവളെ ശാസിക്കേണ്ടെന്നും അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടെന്നും ലൂയിസ് സിയാരയോട് പറഞ്ഞു. ഇക്കാര്യം കേട്ടതോടെ സിയാര വളർന്നത് ഒരു അനാഥശാലയിലാണെന്നും അതുകൊണ്ടാണ് അവൾ ഇപ്രകാരമെല്ലാം പെരുമാറുന്നതെന്നും പാടി ലൂയിസിനോട് പറഞ്ഞു. അത് കേട്ടതോടെ ലൂയിസിന് അവൾക്കു നേരെ അനുകമ്പ തോന്നി. പിന്നീട് കുട്ടികൾ മാതാപിതാക്കൾക്ക് മുൻപിൽ ഒരു നൃത്തം ചെയ്യുവാനായി പരിശീലനം നടത്തുകയാണ്. ഈ ഒരു സമയത്ത് ആൻറ്റിക്ക് ശരിയായ രീതിയിൽ കളിക്കാനായി സാധിച്ചിരുന്നില്ല. അതോടുകൂടി പാടി ആൻറ്റിയെ വഴക്കു പറയാൻ ആരംഭിച്ചു. അതോടെ ആൻറ്റി ഡാൻസ് കളിക്കാനായി തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് പാടി വീണ്ടും ക്ഷുഭിതനായി. ഇതെല്ലാം കേട്ടതോടെ ഡാൻസ് കളിക്കാനുള്ള ആഗ്നസിൻ്റെ താല്പര്യവും നഷ്ടമായി. പാടിയുടെ ഈ പെരുമാറ്റ രീതികൾ ഏവരിലും അസ്വസ്ഥതയുളവാക്കിയിരുന്നു. മദ്യപിച്ച് പാടി ഉറങ്ങിയതോടെ നമുക്ക് അവിടെ നിന്നും പോയാലോ എന്നും ഇവിടെയെല്ലാം വിചിത്രമാണെന്നും ലൂയിസ് ബെന്നിനോട് പറഞ്ഞു. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ് പോകാമെന്നായിരുന്നു ബെന്നിൻ്റെ അഭിപ്രായം. ഈ സമയത്ത് സിയാര അവരുടെ പക്കലേക്കെത്തി. പാടി ഉണരുന്നതിന് മുൻപ് നിങ്ങൾ പോകരുതെന്ന് അവരോട് പറഞ്ഞു. അല്ലെങ്കിൽ പാടി തന്നോടും മകനോടും ദേഷ്യപ്പെടുമെന്നും സിയാര അവളെ അറിയിച്ചു. പിന്നീട് ആൻറ്റി തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്നും ഒരു താക്കോല് മോഷ്ടിക്കുകയാണ്. ശേഷം ആൻറ്റി ആഗ്നസിനെയും കൂട്ടി തൻ്റെ പിതാവിൻ്റെ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആഗ്നസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മുൻപ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന അതിഥികളുടെ ബാഗുകളും ഫോട്ടോഗ്രാഫുകളുമാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ആൻറ്റി ഒരു സത്യം അവളോട് വെളിപ്പെടുത്തുകയാണ്. പാടി ശരിക്കും അവൻ്റെ പിതാവല്ല. അവിടേക്ക് ടൂർ വന്നിരുന്ന ആൻറ്റിയുടെ കുടുംബത്തെ പാടി കൊലപ്പെടുത്തുകയും ആൻറ്റിയുടെ നാവ് മുറിച്ചു കളഞ്ഞതുമാണ്. നിരവധി കുടുംബങ്ങളെ ആൻറ്റിയും സിയാരയും കൂടി ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയിരുന്നു. കുടുംബങ്ങളുടെ കൂടെയുള്ള കുട്ടികളെ അടുത്തരികെ കിട്ടുന്നതുവരെ നാക്കു ഛേദിച്ച് അവർ കൂടെ നിർത്തും. ഇതായിരുന്നു അവരുടെ രീതി. ഇക്കാര്യങ്ങളെല്ലാം തെളിവിനായി മൊബൈലിൽ ചിത്രീകരിക്കാനായി ആൻറ്റി ആഗ്നസിനോട് സൂചിപ്പിച്ചു. ശേഷം ആരും കാണാതെ അവർ ബേസ്മെൻറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആൻറ്റി തിരിച്ചെത്തുമ്പോഴേക്കും പാടി ഉണർന്നിരുന്നു. അതോടെ സൂത്രത്തിലെ ആൻറ്റി പാടിയെ വാരിപ്പുണർന്നു. ഈ തക്കത്തിന് ആൻറ്റി അവൻ്റെ താക്കോല് കിട്ടിയ സ്ഥാനത്തു തന്നെ തിരിച്ചു വെച്ചു. ഒന്നും അറിയാത്ത ഭാവത്തിൽ ആൻറ്റിയും ആഗ്നസും അഭിനയിച്ചു. പിന്നീട് ആഗ്നസ് തൻ്റെ കാലിൽ മുറിവുണ്ടാക്കി. ശേഷം അവൾ തനിക്ക് മനസ്സസായെന്നും പറഞ്ഞ് ലൂയിസിൻ്റെ പക്കലേക്ക് ചെന്നു. രക്തം വരുന്നത് കണ്ട് അത് വൃത്തിയാക്കാനായി ലൂയിസ് ആഗ്നസിനെയും കൂട്ടി ബാത്റൂമിലേക്ക് പോയി. ഈ സമയത്ത് അവൾ താൻ മൊബൈലിൽ പകർത്തിയിരുന്ന ചിത്രങ്ങൾ ലൂയിസിനെ കാണിച്ചു. ഞെട്ടിപ്പോയ ലൂയിസ് ഒന്നും സംഭവിക്കാത്ത പോലെ നടിക്കാനായി ആഗ്നസിനോട് പറഞ്ഞു. ശേഷം ലൂയിസ് ഇക്കാര്യങ്ങൾ അറിയിക്കാനായി ബെന്നിനെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അവളെ കണ്ട് പാടിക്കും സിയാറയ്ക്കും സംശയം തോന്നിയിരുന്നു. ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചുകൊണ്ട് ലൂയിസ് ബെന്നിനെയും കൂട്ടി അവിടെ നിന്നും റൂമിലേക്ക് പോയി. അവൾ കാര്യങ്ങളെല്ലാം
ബെന്നിനെ അറിയിച്ചു. മുതിർന്നവരെ പോലെ അഭിനയിച്ചു നിൽക്കാൻ ആഗ്നസിനെ ഭയമായിരുന്നു. ആഗ്നസിനെ ആർത്തവമാണെന്നും അതിനാൽ ഉടൻ തന്നെ ഞങ്ങളോട് നിന്നും പോവുകയാണെന്നും അവർ സിയാരയെയും പാടിയെയും അറിയിച്ചു. എത്രയും വേഗം അവിടെ നിന്നും പോകണമെന്നായിരുന്നു ബെന്നിൻ്റെയും കുടുംബത്തിൻ്റെയും പദ്ധതി. അങ്ങനെ പാടിയോടും കുടുംബത്തോടും യാത്ര പറഞ്ഞുകൊണ്ടവർ അവിടെ നിന്നും പോകാനായി തങ്ങളുടെ കാറിൻ്റെ പക്കലേക്ക് നീങ്ങി. ഈ ഒരു സമയത്താണ് കാറിൻ്റെ ടയർ ആരോ പഞ്ചറാക്കിയിരിക്കുന്ന കാഴ്ച അവർ കാണുന്നത്. ബെന്നെ വണ്ടി റിപ്പയർ ചെയ്യുന്ന സർവീസിലേക്ക് വിളിക്കാനൊരുങ്ങി. അതിൻ്റെ ആവശ്യമില്ലെന്നും അത് താൻ ശരിയാക്കി തരാമെന്നും പാടി അവരോട് പറഞ്ഞു. അങ്ങനെ പോകാനുള്ള അവരുടെ സമയം പിന്നെയും വൈകുകയാണ്. അങ്ങനെ പാടി വാഹനം ശരിയാക്കി കൊടുത്തതിനു ശേഷം ബെന്നും കുടുംബവും അവിടെ നിന്നും പോകാനൊരുങ്ങി. ഈ സമയത്താണ് ആഗ്നസ് തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം അവിടെ മറന്നു വെച്ചു പോയ കാര്യം ഓർക്കുന്നത്. ഈ സമയത്ത് ആ പാവ പാടിയുടെ വീടിൻ്റെ മേൽക്കൂരയിലിരിക്കുന്ന കാഴ്ച അവർ കാണുകയാണ്. അതെടുക്കാനായി പാടി ബെന്നിനെ ഒരു ഏണി വെച്ച് കൊടുത്തു. മറ്റു മാർഗമില്ലാതെ ബെൻ ഭീതിയോടെ അതെടുക്കാനായി കോണിയിലൂടെ മുകളിലേക്ക് കയറി. മുകളിലേക്കെത്തി അതെടുത്തപ്പോഴാണ് ആ പാവക്കുട്ടി ആരോ നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത അവർ തിരിച്ചറിയുന്നത്. എന്നാൽ ആഗ്നസ് അതൊന്നും കാര്യമാക്കുന്നില്ല. എത്രയും വേഗം അവിടെ നിന്നും പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ശേഷം ബെന്നും കുടുംബവും അവിടെ നിന്നും പോകാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് പരിഹാസഭാവത്തിലായിരുന്നു പാടി അവരോട് സംസാരിച്ചിരുന്നത്. എന്നിരുന്നാലും ലൂയിസ് ഒന്നും സംഭവിക്കാത്ത ഭാവത്തിലായിരുന്നു പാടിക്ക് മറുപടി നൽകിയിരുന്നത്. അങ്ങനെ ബെന്നും കുടുംബവും അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. അവർ പോകാനുള്ള കാരണം ആൻറ്റിയാണെന്ന് പാടിക്ക് അറിയാമായിരുന്നു. അതിനാൽ തന്നെ പാടി ദേഷ്യത്തോടെ അവനെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. അതോടുകൂടി ആൻറ്റിയെ രക്ഷിക്കാനായി വാഹനം നിർത്തി ബെന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അത് അവരെ കൊടുക്കാനുള്ള പാടിയുടെ ഒരു കെണിയായിരുന്നു. ഈ സമയത്ത് ലൂയിസ് വാഹനം പാടിയുടെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു കടത്താനായി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും പാടി അവരുടെ ഗേറ്റ് അടച്ചിരുന്നു. അങ്ങനെ ബെന്നും കുടുംബവും പാടിയുടെ കയ്യിൽ അകപ്പെടുകയാണ്. പാടിയും സിയാരയും ചേർന്ന് അവരെ ബന്ദികളാക്കുകയും അവരുടെ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. സിയാറയ്ക്ക് എപ്പോഴും ഒരു കുട്ടി കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാലാണ് ഞങ്ങൾ ആൻറ്റിയെ ബാക്കി വെച്ചതെന്ന് പാടി അവരോട് പറഞ്ഞു. പിന്നീട് പാടി ലൂയിസിനെ ഇഞ്ചക്ഷൻ കുത്തി മയക്കാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് അവൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പാടിയെ ആക്രമിച്ചു. ഉടൻ തന്നെ അവൾ സിയാരയെയും കീഴ്പ്പെടുത്തി. അതോടുകൂടി ലൂയിസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി സിയാര കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ അവരുടെ വാക്കുകൾ ലൂയിസ് വിശ്വസിച്ചിരുന്നില്ല. അവരെ ഔട്ട് ഹൗസിൽ പൂട്ടിയിട്ടതിനു ശേഷം ബെന്നും കുടുംബവും ആൻറ്റിയെയും കൂട്ടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. 4 പേരും അവിടെ നിന്നും പോകുന്ന സമയത്താണ് പാടിയുടെ സുഹൃത്തായ മൈക്ക് അവിടേക്കെത്തുന്നത്. മൈക്ക് അവർക്ക് നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചതോടെ മറ്റു മാർഗമില്ലാതെ ബെന്നും കുടുംബവും പാടിയുടെ വീട്ടിലേക്കു തന്നെ പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. ഈ സമയത്ത് മൈക്ക് പാടിയെയും സിയാറയെയും മോചിതരാക്കി കഴിഞ്ഞിരുന്നു. ലൂയിസ് ഉടൻ തന്നെ പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചെങ്കിലും ഫോണിൻ്റെ ലൈൻ സിയാര കട്ടാക്കിയതിനാൽ അവൾക്കതിനു സാധിച്ചില്ല. ഇതെല്ലാം കണ്ട് ബെൻ പരിഭ്രാന്തനായെങ്കിലും ലൂയിസ് അവന് ധൈര്യം നൽകി. അതേസമയം സിയാര അവിടുത്തെ പവറും കട്ടാക്കുകയാണ്. കുട്ടികളെ ലൂയിസ് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിൽ ഒളിപ്പിച്ചു. ശത്രുക്കളുമായി പോരാടാൻ ലൂയിസും ബെന്നും തയ്യാറെടുത്തു. ഈ സമയത്ത് പാടിയുടെ അട്ടഹാസം കേട്ടതോടെ അവർ തങ്ങളെ ആക്രമിക്കാനായി വരികയാണെന്ന് ബെന്നും ലൂയിസും മനസ്സിലാക്കി. മൈക്ക് പിന്നീട് മേൽക്കൂരയിലൂടെ അവരുടെ പക്കലേക്ക് ചെല്ലാനായി ശ്രമിക്കുകയാണ്. അതേസമയം പാടിയും സിയാരയും ആ വീട്ടിലെ മറ്റു വഴികളിലൂടെ അവർക്കരികിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാടി ലൂയിസ് ഒളിച്ചിരിക്കുന്ന റൂമിൻ്റെ വാതിൽ തുറക്കാനായി ശ്രമിച്ചു. ഇക്കാര്യം മനസ്സിലാക്കിയ ലൂയിസ് തൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് അത് പ്രതിരോധിക്കുകയാണ്. പാടിയെ തടയാനായി ലൂയിസ് അവൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചു. ഈ സമയത്ത് സിയാര കുട്ടികളുടെ പക്കലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്പസമയത്തിനു ശേഷം പാടിയും കുട്ടികൾ ഒളിച്ചിരുന്നിരുന്ന ആ ഒരു ബാത്റൂമിനരികിലേക്ക് വരികയാണ്. ശബ്ദം കേട്ട് പാടി അവിടെയുണ്ടായിരുന്ന ഷെൽഫിൻ്റെ വാതിൽ തുറന്നു. പക്ഷേ അവരുടെ മൊബൈൽ ഫോൺ മാത്രമാണ് അവൻ അവിടെ കാണാനായി സാധിച്ചത്. ഉടൻ തന്നെ അവിടെ ഒളിച്ചിരുന്നിരുന്ന ലൂയിസ് അവൻ്റെ മുഖത്തേക്ക് ആസിഡ് തെളിച്ചു. പാടി വേദനയാൽ പുറയുന്ന സമയത്ത് ലൂയിസ് കുട്ടികളെയും കൂട്ടി അവിടെ നിന്നും ഓടി മാറി. അവരവിടെ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് പാടിയുടെ കരച്ചിൽ കേട്ട് സിയാര അവിടേക്കെത്തി. ഈ ഒരു സമയത്ത് മൈക്ക് ബെന്നിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു. ബെന്നെ മൈക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും മൈക്ക് അവനെ കീഴ്പ്പെടുത്തി ബെന്നിനെ കൊല്ലാനൊരുങ്ങുകയാണ്. ഈ കാഴ്ച കണ്ട് അവിടേക്ക് ഓടിയെത്തിയ ലൂയിസ് ഒരു ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് മൈക്കിനെ കൊലപ്പെടുത്തി. അതേസമയം പാടി അവരെ എത്രയും വേഗം കൊല്ലണമെന്ന് സിയാറയോട് പറയുകയായിരുന്നു. അതേസമയം കുട്ടികളെയും കൂട്ടി ബെന്നും ലൂയിസും മേൽക്കൂരയിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് സിയാര അവിടേക്കെത്തി. ഈ ഒരു കാഴ്ച കണ്ട ലൂയിസ് സിയാരയെ താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി.
പക്ഷേ അതോടെ അവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന ഗോവണിയും താഴേക്ക് വീണു പോയിരുന്നു. രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ അതെടുക്കാനായി ബെന്നെ താഴേക്ക് ചാടുകയും അവൻ്റെ കാലിനെ പരിക്കേൽക്കുകയും ചെയ്തു. വേദന കടിച്ചമർത്തി ബെൻ ഗോവണി തിരികെ വയ്ക്കുകയും അങ്ങനെ അവരേവരും താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെന്തോ ഒരു ശബ്ദം കേട്ട് അവിടേക്ക് നോക്കി. പക്ഷേ അത് ഒരു കുറുക്കനായിരുന്നു. ആശ്വാസത്തോടെ അവരവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയത്ത് പാടി ആഗ്നസിനെ പിടികൂടുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ലൂയിസും ബെന്നും ഭയന്നു വിറച്ചു. അതേ നേരം ആഗ്നസ് താൻ കയ്യിൽ കരുതിയിരുന്ന മയക്കമരുന്ന് പാടിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അതോടുകൂടി പാടി അവിടെ തളർന്നു വീണു. ബെൻ അവനു നേരെ തോക്കു ചൂണ്ടിയെങ്കിലും കൊല്ലാതെ വെറുതെ വിട്ടു. ശേഷം അവരവിടെ നിന്നും പോകാനൊരുങ്ങി. ഇരു നേരത്ത് രോക്ഷാകുലനായി നിന്നിരുന്ന ആൻറ്റി അവിടെ ഉണ്ടായിരുന്ന ഇഷ്ടയെടുത്ത് തലക്കടിച്ച് പാടിയെ കൊലപ്പെടുത്തുകയാണ്. അവൻ ഇത്രയും കാലം അടക്കി വച്ചിരുന്ന തൻ്റെ മുഴുവൻ രോക്ഷവും പാടിക്കു നേരെ തീർത്തു. ശേഷം അവർ 4 പേരും അവിടെ നിന്നും രക്ഷപ്പെടുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.